ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഉലുവച്ചീര പരിപ്പ് കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. ഉലുവച്ചീരയിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ്. അതുകൂടാതെ ഹാർട്ടിനും ബോണിനും സ്കിന്നിനും ഹെയറിനും ഒക്കെ ഗുണം തരുന്നതാണ്. എന്നിരുന്നാലും അത് അധികമായി കഴിച്ചാലും അതിനുമുണ്ട് ദോഷങ്ങൾ. അത് ഈ ഒരു 10 സെക്കൻഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. സാധാരണ ഈ കറിക്ക് ഉപയോഗിക്കാറ് പച്ച ഉലുവച്ചീരയാണ്. പക്ഷെ നമ്മളിന്ന് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഉണങ്ങിയ ഉലുവച്ചീരയാണ്, അതായത് കസൂരി മേത്തി. പലരും കസൂരി മേത്തി എന്നുള്ളത് തെറ്റി പറയാറുണ്ട്, കസ്തൂരി മേത്തി എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ഈ ഒരു കസൂരി മേത്തി എന്നുള്ള പേര് വരാൻ കാരണം പഞ്ചാബിലെ കസൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഉണങ്ങിയ ഉലുവച്ചീരയുടെ ഉപയോഗം തുടങ്ങിയതെന്നാണ് പറയുന്നത്. അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു അന്ന് ഈ മേത്തിയുടെ, അതായത് ഉലുവച്ചീരയുടെ, ഉണങ്ങിയ ഉലുവച്ചീരയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ട് ഉലുവച്ചീര, ഉണങ്ങിയ ഉലുവച്ചീര ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ കസൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പം പാകിസ്ഥാന്റെ ടെറിട്ടറിയിലാണ് കേട്ടോ. കസൂരി മേത്തി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കടകളിൽ പാക്കറ്റുകളിൽ ധാരാളമായി കിട്ടാനുണ്ട്. വേഗം വാങ്ങിച്ചോളൂ. റെസിപ്പിയിലോട്ട് പോകാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. കസൂരി മേത്തിയുടെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻ്റ് ആണ് കടലപ്പരിപ്പും തോരപ്പരിപ്പും. കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത് 250 ഗ്രാമാണ്, 6 പേരുടെ സെർവിങ്ങിനുള്ളത്. തോരപ്പരിപ്പ് എടുത്തിരിക്കുന്നത് 80 ഗ്രാമാണ്. ഈ അളവിൽ ചെറിയ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ കടലപ്പരിപ്പ് മസ്റ്റാണ്. ഈ 2 പരിപ്പുകളും കഴുകി 30 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് കുക്കറിൽ 3 വിസിൽ വരുത്തി വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു വേവിൽ കിട്ടും. കസൂരി മേത്തി ഏകദേശം പകുതി കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, തക്കാളി ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. ഇത്രയും വേണം. മസാലകളാകെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. കൂടാതെ താളിക്കാൻ അല്പം കടുക്, കുറച്ച് ഉലുവ, പിന്നെ 2 പച്ചമുളക്, 3 വറ്റൽമുളക്, പിന്നെ കുറച്ച് ജീരകവും. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ ടേസ്റ്റ് ലെവലിനനുസരിച്ച്. ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. പരിപ്പ് കറി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ മാത്രം കടുക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഉലുവയും, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുക. കടുകും ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുകയാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർ ഈ സമയത്ത് തന്നെ ജീരകവും ചേർത്ത് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളിയുടെ പച്ചമണം ഒന്ന് വിട്ട് കിട്ടിയാൽ നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ഉപയോഗിച്ച തക്കാളി ഒരു നല്ല പുളിപ്പുള്ള തക്കാളിയാണ് ഇപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കറിക്ക് അധികം പുളിയുള്ള കറിയല്ല, അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ തക്കാളി എടുക്കുമ്പോൾ സൂക്ഷിച്ച് പുളിയൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. മാത്രമല്ല, ഈ കറിയിൽ എപ്പോഴും പ്രൊജക്റ്റായി നിൽക്കുന്നത് പരിപ്പും മേത്തിയുമാണ്, മേത്തി ലീവ്സുമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ എടുക്കുമ്പോൾ നല്ലതായിട്ട് കുറച്ചിട്ട് തന്നെ എടുക്കാം. ഞാൻ എടുത്ത അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ തന്നെ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കുക. എന്നിട്ട് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിൽ കിടന്നാണ് ആ പൊടി ഒന്ന് മൂത്ത് വരേണ്ടത്, അതൊന്ന് വെന്ത് വരേണ്ടത്.
എണ്ണയിൽ കിടന്ന് നമ്മൾ വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫ്ലേവർ ആകെപ്പാടെ മാറിപ്പോവും. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വേവിച്ചെടുക്കുന്നത്, കുറച്ച് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നത്. ഈ മസാലകളൊക്കെ അതിൽ കിടന്ന് കുക്കായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഇപ്പൊ കണ്ടോ, കറിയിൽ നിന്ന് ഓയിലൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഉണങ്ങിയ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉലുവച്ചീര വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമെന്നുള്ള ഒരു കമൻറ്റിലിടണേ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കസൂരി മേത്തി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, എല്ലാം ഒന്ന് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 ലിറ്റർ വെള്ളം അധികമായിട്ട് ചേർത്ത് 2 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ഈ പരിപ്പൊക്കെ കൂടെ ഒന്നുകൂടെ വെന്ത് കിട്ടും. കടലപ്പരിപ്പ് ഇങ്ങനെ രൂപം മാറാതെ വെന്തിട്ടുണ്ടെങ്കിൽ രൂപം മാറാതെ കിടക്കുന്നതാണ് ഈ കറിയുടെ ഒരു ഭംഗി. പിന്നെ അതിൻ്റെ കൂടെ മേത്തി ലീവ്സും കൂടെ മേലെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കറിക്ക്. 2 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഐ എം സോറി, എനിക്കൊരു കുറച്ചൊരു ഫോഗി ആയിട്ടുള്ള ക്ലിപ്പാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കറി റെഡിയാണ്. നമുക്കിനി താളിപ്പും കൂടെ ബാക്കിയുള്ളൂ. താളിക്കാനുള്ളൊരു പാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ജീരകം, വറ്റൽമുളക്, പച്ചമുളക് ഇത് ചേർത്ത് താളിച്ച് കറിയിലേക്ക് ചേർക്കാം. കറിയിലേക്ക് ചേർക്കാണ് കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. ഇനി പുതിയ ഏതെങ്കിലും ഡിഷ് വേണമെങ്കിൽ അതും കമൻറ്റിലിടും കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കരുതേ. ബൈ.